സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം ഇങ്ങനെ ക്രമത്തിൽ പറഞ്ഞു തരാം. ഉദാഹരിക്കലാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ സൽഗതി കിട്ടാതെ കിടക്കുമ്പോൾ എന്ത് പുണ്യകർമ്മം ചെയ്തിട്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിന് വഴി പറഞ്ഞു കൊടുത്തു. ഗംഗാജല സ്പർശം വേണം, എന്നാൽ മാത്രമേ ശുദ്ധി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഗംഗാജല സ്പർശം കൊണ്ട് അപ്പം അത്ര എളുപ്പമായിട്ടുള്ള പണിയല്ല. അന്ന് ഗംഗാനദി ഭൂമിയിലില്ല. പിന്നെ ആ വംശത്തിൽ പലരും ചെയ്ത് പരിശ്രമിച്ച് അവസാനം ഭഗീരഥനാണ് കൊണ്ടുവന്നതെന്നാണ്. അപ്പോഴാണ് ഭാഗീരഥി എന്ന ഗംഗയ്ക്ക് പേര് വന്നത്. ഭഗീരഥൻ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നതെന്ന അർത്ഥത്തിൽ ഭാഗീരഥി എന്ന് പേര് വന്നതെന്നാണ്. അപ്പോൾ ആ അത്ഭുതമായിട്ടുള്ള ചരിത്രം. അങ്ങനെ ഭഗീരഥൻ കൊണ്ടുവന്ന ഗംഗാജല സ്പർശം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭസ്മമായിട്ട് കിടന്നേർന്ന ഇവർക്ക് ദിവ്യ ശരീരം കിട്ടിയെന്നാണ്. അപ്പോൾ ഭസ്മമായിട്ട് കിടന്നേർന്ന ഇവർക്ക് പോലും ദിവ്യ ശരീരം ഗംഗാജല സ്പർശം കൊണ്ട് കിട്ടിയെങ്കിൽ നമ്മളൊരല്പം ശ്രദ്ധാഭക്തിയോടുകൂടി ഒരു തുള്ളി ഗംഗാജലം സേവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും ശുദ്ധി കിട്ടുന്ന വേറെ പറയേണ്ടതുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ കഥയിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? നമ്മുടെ പൂർവികന്മാർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ. ഭഗീരഥൻ എത്രയോ കാലം പഴക്കമുള്ള പിതൃക്കൾക്കാണ് തർപ്പണം ചെയ്തത്. ആ പിതൃ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യത്തിൽ ഒരു ശ്രദ്ധ വരാനാണ്. ഇദ്ദേഹത്തിൻ്റെ എത്രയോ പൂർവികന്മാർക്ക് പോലും സൽഗതി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്കിൽ നമ്മുടെ ആ പിതൃക്കൾക്കൊക്കെ അതാത് സമയത്ത് ഓരോ ശ്രാദ്ധാദികൾ ധർമ്മശാസ്ത്രത്തിൽ ഓരോന്ന് പറയും. ആ രീതിയിൽ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്യണം എന്ന് പറയാം. എന്ന് നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം അവിടെ വർണ്ണിച്ചത്. അപ്പോൾ അതിന് ആ ഗംഗാവതരണ ചരിത്രമാണ് 9ാമത്തെ അധ്യായം അവിടെ പറഞ്ഞു ചേർപ്പിച്ചത്. പല ആൾക്കാരുടെ ചരിത്രം പറഞ്ഞു. ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ മറ്റൊരാളുടെ ചരിത്രം പറയണം. സൗഭരി എന്നൊരാളുടെ ചരിത്രം പറഞ്ഞു. കാളിന്ത്യന്തഃ ദ്വാദശാബ്ദം തപസ്യൻ. ഒന്നിനോടും ബന്ധപ്പെടാണ്ട് വിടാന്ന് വിചാരിച്ച് കാളിന്തി ജലത്തിലെ മുങ്ങിക്കിടന്നു തപസ് ചെയ്തു എന്നാണ്. ഒന്നിനോടും ബന്ധപ്പെടണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ മത്സ്യങ്ങളോടായിട്ട് ബന്ധം വന്നു എന്നാണ്. മത്സ്യങ്ങളോടൊരിഷ്ടം. അപ്പോൾ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളുടെ കൂടി ജീവിക്കുമ്പോൾ ഇതുപോലെ തനിക്കും പുത്രന്മാരോടൊക്കെ കൂടി ജീവിക്കണം എന്നൊരു തോന്നൽ വന്ന് അവിടുന്ന് പോന്ന് മാന്ധാതാവിൻ്റെ പുത്രിമാരൊക്കെ വിവാഹം കഴിച്ച് അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്നു എന്നാണ്. അങ്ങനെ ആ കഥ പറഞ്ഞു. എന്താ അതിൻ്റെ താല്പര്യം? മനസ്സൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് വിചാരിക്കേണ്ട. ഏത് നിമിഷത്തിലും അത് വഴിതെറ്റിപ്പോകാം. നിസ്സാര കാരണം മതി. അതിലെന്തെങ്കിലും ഒരു വാസനാരൂപത്തിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഓരോന്ന് കാണുമ്പോൾ ആ വാസനകൾ ഉണർന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് നിരന്തരമായിട്ട് ആ മനസ്സിനെ ഭഗവാനിൽ വയ്ക്കണം എന്നൊക്കെ പഠിപ്പിക്കാൻ സൗഭരിയുടെ ചരിത്രം. അപ്പോൾ സൗഭരി മഹർഷിക്ക് അങ്ങനെ പറ്റിയെന്നൊന്നല്ലോ ഇതിൻ്റെ താല്പര്യം. അവർക്ക് പോലും പറ്റുമെങ്കിൽ എത്രയോ ശ്രദ്ധിച്ച് സാധാരണക്കാരിരിക്കണമെന്ന് കാണിക്കാനാണ് ഇങ്ങനെയുള്ള അത്ഭുതമായിട്ടുള്ള ചരിത്രത്തിൽ കൂടെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ വംശം വർണ്ണിച്ചു വരുമ്പോഴാണ് അത്യത്ഭുതമായ ശ്രീരാമകഥ വർണ്ണിക്കുകയാണ്. ഒരു 2 അധ്യായങ്ങളിലായിട്ട്. എല്ലാ പുരാണ ഇതിഹാസങ്ങളുടെയും സാരസംഗ്രഹമാണല്ലോ ശ്രീമദ് ഭാഗവതം. രാമകഥ മുഴുവൻ വാൽമീകി മഹർഷി 24,000 ശ്ലോകം കൊണ്ട് പാടിയിട്ടുള്ള രാമായണം മുഴുവൻ ഇവിടെ 2 അധ്യായങ്ങളിലായിട്ട് സംഗ്രഹിക്കാൻ പോകുന്നു. ശ്രീരാമകഥാ വർണ്ണനമാണ് അടുത്ത 2 അധ്യായം വായിക്കാൻ പോകുന്നത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാമകഥ ആ രാമായണം മുഴുവൻ പാരായണം ചെയ്യുന്ന ഫലം കിട്ടുന്ന ആ 2 അധ്യായം പാരായണം ചെയ്യും. ശ്രീശുക ഉവാച ഖട്വാംഗാദ് ദീർഘബാഹുശ്ച രഘുസ്തസ്മാൽ പൃഥുശ്രവാഃ അജസ്തതോ മഹാരാജ തസ്മാത് ദശരഥോഭവത്. തസ്യാപി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ അംശാംശേന ചതുർദ്ധാഗാത് പുത്രത്വം പ്രാർത്ഥിതസുരൈഃ. രാമലക്ഷ്മണ ഭരതശത്രുഘ്ന ഇതി സംജ്ഞയാ സർവത്ര
ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ആരതി കഴിഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവർക്കും ഒന്നിച്ച് കാണിച്ചു കൊടുത്താൽ മതി. ഓരോരുത്തരുടെ അടുക്കലേക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് കൃഷ്ണ അവതാരമൊക്കെ ആകുമ്പോൾ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചു അതാ ദിക്കിലിരുന്ന് ദർശിച്ചാൽ മതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അംശാംശേന ചതുർധാകാൽ പുത്രത്വം പ്രാർത്ഥിതസ്വരൈഃ രാമലക്ഷ്മണഭരതശത്രുഘ്ന ഇതി സംജ്ഞയാ. തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിः ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹുः. ഗുർവർത്ഥേ ത്യക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാः പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം. വൈരൂപ്യാച്ഛൂർപ്പണഖ്യാः പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ധിः ബദ്ധസേതുः ഖലദവദഹനः കോസലേന്ദ്രോപതാന്നः. വിശ്വാമിത്രാധ്വരേയേന മാരീചാദ്യാ നിശാചരാः പശ്യതോ ലക്ഷ്മണസ്യൈവ ഹതാ നൈരൃതപുംഗവാः. യോ ലോകവീരസമിതൗ ധനുരൈശമുഗ്രം സീതാസ്വയംവരഗൃഹേ ത്രിശതോപനീതം. ആദായ ബാലഗജലീല ഇവേക്ഷുയഷ്ടിം സജ്ജീകൃതം നൃപവികൃഷ്യ ബഭഞ്ജമധ്യേ. ജിത്വാനുരൂപഗുണശീലവയോംഗരൂപം സീതാഭിധാം ശ്രിയമുരസ്യഭിലബ്ധമാനം. മാർഗേ വ്രജൻ ഭൃഗുപതേർവ്യനയൽപ്രരൂഢം ദർപ്പം മഹീമകൃത യസ്ത്രിരരാജബീജാം. യസ്സത്യപാശ പരിവീതപിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സഭാര്യഃ. രാജ്യം ശ്രിയം പ്രണയിനഃ സുഹൃദോ നിവാസം ത്യക്ത്വാ യയൗവനം അസൂരിവ മുക്തസംഗഃ. രക്ഷസ്വ സുർവ്യകൃതരൂപമശുദ്ധബുദ്ധേഃ തസ്യാഃ ഖരത്രിശിരദൂഷണമുഖ്യബന്ധുൻ. ജഘ്നേ ചതുർദശസഹസ്രം അപാരണീയകോദണ്ഡപാണി അടമാനൗവാസകൃച്ഛ്രം. സീതാകഥാശ്രവണദീപിതഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ. ജഘ്നേദ്ഭുതൈണ വപുഷാശ്രമതോപഹൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ കമുഗ്രഹം. രക്ഷോധമേന വൃഗവത് വിപിനേ സമക്ഷം വൈദേഹരാജദുഹിതര്യഭയാപിതായ. ഭ്രാത്രാവനേ കൃണവത് പ്രിയയാ വിയുക്തസ്ത്രീസംഗിനാം ഗതിമിതി പൃഥയോശ്ചചാര. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻകബന്ധം സഖ്യം വിധായ കവിഭിർദയിതാഗതിം തൈഃ. ബുദ്ധ്വാഥ ബാലിനിഹതേ പ്ലവേന്ദ്രസൈന്യൈഃ വേലാമഗാത്സമനുജോജ ഭവാർച്ചിതാംഘ്രിഃ. യദ്രോഷവിഭ്രമവൃത്ത കടാക്ഷപാതസംഭ്രാന്തനക്രമകരോ ഭയഗീർണഘോഷഃ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതത്. ന ത്വാം വയം ജഡധിയോന്നു വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗതാമധീശം. യൽസത്വതസ്സുരഗണാഃ രജസപ്രജേശാഃ മന്യോശ്ച ഭൂതപതയഃ സ ഭവാൻ ഗുണേശഃ.
കാമം പ്രയാഹി ജഹി വിശ്രവസോപമേഹം ത്രൈലോക്യരാവണം അവാപ്നുഹി വീരപത്നീം ബധ്നീഹി സേതുമിഹത്തെ യശസോ വിതത്യൈ ഗായന്തി ദിഗ്വിജീനോ യമുപേത്യ ഭൂപാഹാം ബദ്ധോ ദധൗ രഘുപതിർവിവിധാദ്രികൂടൈഃ സേതും കപീന്ദ്രകരകമ്പിതഭൂരുഹാംഗൈഃ സുഗ്രീവനീല ഹനുമൽപ്രമുഖൈരനീകൈഃ ലങ്കാം വിഭീഷണദൃശാ വിശദഗ്രദഗ്ധാം സാ വാനരേന്ദ്ര ബലരുദ്ധവിഹാരഗോഷ്ഠശ്രീദ്വാരഗോപുരസദോ വിളഭീവിടങ്ക നിർഭജ്യമാന ധിഷണധ്വജഹേമകുംഭശൃംഗാടകാ ഗലകുലൈഃ ഗജകുലൈഹൃദിനീവ ഘൂർണാം രക്ഷപതിസ്തദവലോക്യ നികുംഭകുംഭധൂമ്രാക്ഷതുർമുഖ സുരാന്തനരാന്തകാദീൻ പുത്രം പ്രഹസ്തം അതികായ വികമ്പനാദീൻ സർവാനുഗാൻ സമഹിനോ ദധ കുംഭകർണം താൻ യാതു ധാനപൃതനാം അസിശൂലചാപപ്രാസൃഷ്ടിശക്തി ശരതോമരഖഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണ മരുൾസുതഗന്ധമാദനീലാംഗദക്ഷപനസാദിഭിരന്വിതോഗാദം തേനീകപാരഘുപതേരഭിപത്യ സർവേ ദ്വന്ദ്വം വരൂഥമിഭപത്യരഥാശ്വയോധൈഃ ജഘ്നുർദ്രുമൈഃ ഗിരിഗദേഷുഭിരംഗദാദ്യാഃ സീതാഭിമർശ ഹതമംഗളരാവണേശാൻ രക്ഷപതിസ്വബലനഷ്ടിമവേക്ഷ്യരുഷ്ട ആരുഹ്യയാനകം അഥാഭിസസാര രാമം സ്വസ്യന്തനേദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹനൻ നിശിതൈഃ ക്ഷുരപ്രൈഃ രാമസ്തമാഹ പുരുഷാദപുരീഷയെന്ന കാന്താസമക്ഷമസതാപഹൃതാശ്വവത്തെ ത്യക്തത്രപസ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാല ഇവ കർത്തുരലംഘി വീര്യഃ ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സ വജ്രമിവ തദ്ധൃദയം ബിഭേദ സോസൃഗ്വമൻ ദശമുഖൈർന്യപതദ്വിമാനാത് ഹാ ഹേതി ജൽപതി ജനേ സുഹൃതീവരിക്തഃ തതോ നിഷ്ക്രമ്യ ലങ്കായാതു ധാന്യസഹസ്രശ മന്ദോദര്യാസമന്തസ്മിൻ പ്രരുദത്യുപാദ്രവൻ സ്വാൻ സ്വാൻ ബന്ധുൻ പരിഷ്യജ്യ ലക്ഷ്മണേഷുഭിരർത്തിതാൻ ഋതുസുസ്വരം ദീനാഘ്നന്ദ്യ ആത്മാനമാത്മനാം ഹാ ഹതാസ്മ വയം നാഥ ലോകരാവണ രാവണ കംയായാച്ഛരണം ലങ്ക ത്വദ്വിഹീനാ പരാർത്തിതാ നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശം ഗതഃ തേജോനുഭാവം സീതായ യേന നീതോ ദശാമി മാം കൃതൈഷാ വിധവാ ലങ്കാ വയം ച കുലനന്ദന ദേഹകൃതോന്നം ഗൃധ്രാണാമാത്മാ നരകഹേതവേ ശ്രീശുക ഉവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിതം പിതൃമേധവിധാനേന യദുക്തം സാംബരായികം തതോ ദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സുവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതാം രാമപ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പതാം ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജാം ആരോപ്യാരുഹേയാനം ഭ്രാതൃഭ്യാം ഹനുമദ്യുതഃ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം ലങ്കാമായുശ്ച കൽപ്പാന്തം യയോ ചീർണവ്രത പുരീം അവകീര്യമാണ കുസുമൈഃ ലോകപാലാർപ്പിതൈഃ പഥി ഉപഗീയമാനചരിതഃ ശതധൃത്യാദിഭിർമുദാ ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണിതോ
മഹാകാരുണികോതപ്യജടിലം സ്ഥണ്ഡിലേശയം ഭരതപ്രാപ്തമാകർണ്യ ബഹുരാമാത്യപുരോഹിതൈ പാതുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യതോഗ്രജം നന്ദിഗ്രാമാത് സ്വശിബിരാത് ഗീതവാദിത്രനിസ്വനൈः ബ്രഹ്മഘോഷേണ ച മുഹുഃപഠദ്ഭിർബ്രഹ്മവാദിഭിः സ്വർണകക്ഷപതാകാഭിः ഹൈമൈശ്ചിത്രധ്വജൈരഥൈः സദശ്വൈരുക്വസന്നാഹൈർഭടൈः പുരടവർമ്മഭിः ശ്രേണീഭിർവാരമുഖ്യാഭിः ഭൃത്യൈശ്ചൈവ പദാനുഗൈः പാരമേഷ്ഠ്യാന്യുപാദായ പണ്യാന്യുച്ചാവചാനി ച പാദയോർന്യപതൽപ്രേംണ പ്രക്ലിന്നഹൃദയേ ക്ഷണാം പാതുകേന്യസ്യ പുരതഃ പ്രാഞ്ജലിർബാഷ്പലോചനാം തമാശ്ലിഷ്യ ചിരം ദോർഭ്യം സ്നാപയന്നേത്രജൈർജലൈः രാമോ ലക്ഷ്മണസീതാഭ്യാം വിപ്രേഭ്യോ യേ രിഹസത്തമാः തേഭ്യः സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതാः ധുന്വന്ത ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാः കോസലാമാല്യൈः കിരന്തോ നനൃർമുദാ പാതുകേ ഭരതോ ഗൃഹാത് ചാമരവ്യജനോത്തമേ വിഭീഷണः സുഗ്രീവः ശ്വേതഛത്രം മരുത്സുതാः ധനുർനിഷങ്കാൻ ശത്രുഘ്നഃ സീതാ തീർത്ഥകമണ്ഡലം അഭിഭ്രതംഗദഖഡ്ഗം ഹൈമഞ്ചർമർക്ഷരാൻ നൃപാം പുഷ്പകസ്ഥോന്വിതസ്ത്രീഭിസ്തൂയമാനശ്ച വന്ദിഭിः വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹൈശ്ചന്ദ്രൈവോദിതം ഭ്രാതൃഭിർനന്ദിതः സോऽപി സോത്സവാം പ്രാവിശത്പുരീം പ്രവിശ്യ രാജഭവനം ഗുരുപത്നീ സ്വമാതരം ഗുരുൻ വയസ്യാവരജാൻ പൂജിതഃ പ്രത്യപൂജയത വൈദേഹീ ലക്ഷ്മണശ്ചൈവ യഥാവത് സമുപേയതു പുത്രാൻ സ്വമാതരസ്താസ്തു പ്രാണാംസ്തന്വയോത്ഥിതാഃ ആരോപ്യാംഗേഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഹൈർവിജഹുശുചഃ ജടാ നിർമുച്യ വിധിവത് കുലവൃദ്ധൈः സമം ഗുരുः അഭ്യഷിഞ്ചത്യഥൈവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭിः ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ശ്രീരാമ പട്ടാഭിഷേകമാണ് അത് വർണ്ണിക്കുന്നത്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ അഭ്യഷിഞ്ജത്യഥൈവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭിः ഏവം കൃതശിരസ്നാനഃ സുവാസാസ്രഗ്യലങ്കൃതാം സ്വലങ്കൃതൈः സുവാസോഭിർഭ്രാതൃഭിർഭാര്യയാ ബഭൂ അഗൃഹീതാസനം ഭ്രാത്രാം പ്രണിപത്യ പ്രസാദിതഃ പ്രജാഃ സ്വധർമ്മനിരതാഃ വർണ്ണാശ്രമഗുണാന്വിതാഃ യുഗോപപിതൃവദ്രാമോ മേനിരേപിതരഞ്ജതം ത്രേതായാം വർത്തമാനായാം കാലകൃതസമോഭവത് രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവഃ സർവേ കാമദുഃഖ ആസൻ പ്രജാനാം ഭരതഋഷഭ നാധിവ്യാധിജരാക്ലാനി ദുഃഖശോക ഭയക്ലമാഃ മൃത്യുശ്ചാനിച്ഛതാം നാസീത് രാമേ രാജന്യധോക്ഷജി ഏകപത്നീ വ്രതധരോ രാജഋഷിചരിതശുചിഃ സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേംണാനുവൃത്യാ ശീലേന പ്രശ്രയാവനതാ സതി ധിയാ ഹ്രിയാ ച ഭാവജ്ഞാ ഭർത്തോ സീതാഹരൻ മനഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംവിധായാം നവമസ്കന്ധേ ശ്രീരാമചരിതേ ദശമോऽധ്യായः സർവത്ര
ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച ഭഗവാനാത്മനാത്മാനം രാമ ഉത്തമകൽപ്പകൈ സർവദേവമയം ദേവമീയ ആചാര്യവാന്മഖൈ ഹോത്രേ ദദാതി ശംഭ്രാജിം ബ്രഹ്മണേ ദക്ഷിണാം പ്രഭോ അധ്വര്യവേ പ്രതീചീം ച ഉദീചീം സാമഗായസാം ആചാര്യായ ദദൗ ശേഷാം യാവതീ ഭൂസ്തദന്തര മന്യമാനൈദം കൃഷ്ണം ബ്രാഹ്മണോർഹതി നിസ്പൃഹാം ഇത്യയം തദലങ്കാരവാസോഭ്യാമവശേഷിത തഥാ രാജ്ഞി വൈദേഹി സൗമംഗല്യാവശേഷിത തേ തു ബ്രഹ്മണ്യദേവസ്യ വാത്സല്യം വീക്ഷ്യ സംസ്തുതം പ്രീതാക്ലിന്നധിയസ്തസ്മൈ പ്രത്യർപ്പേദം ബഭാഷിരെ അപ്രത്തന്നസ്ത്വയാകുന്നു ഭഗവൻ ഭുവനേശ്വര എന്നോ അന്തർഹൃദയം വിശ്യാം തമോഹംസിസ്വരോജിഷാം നമോ ബ്രഹ്മണ്യദേവായ രാമായ ഗുണ്ഡമേധസേ ഉത്തമശ്ലോകധുര്യായ ന്യസ്തദണ്ഡാർപ്പിതാഘ്രയേ കദാചില്ലോകജിജ്ഞാസുർ ഗൂഢോരാത്ര്യാമലക്ഷിത ചരൻ വാചോഷണോദ്രാമോ ഭാര്യാമുദ്ദിശ്യ കസ്യചിത് നാഹം വിഭർമിത്വാം ദുഷ്ടാമസതിം പരവേശ്മഗാം സ്ത്രീലോഭീ വിഭ്രയാൽ സീതാം രാമോ നാഹം ഭജേ പുനഃ ഇതി ലോകാത് ബഹുമുഖാത് ദുരാരാധ്യാത സംവിദ പത്യാഭീതേന സാ ത്യക്ത പ്രാപ്ത പ്രാചേതസാശ്രമം അന്തർപത്ന്യാഗതേ കാലേ യമൗസാ സുഷുവേ സുതൗ കുശോലവൈദിഖ്യാതൗ തയോശ്ചക്രേ ക്രിയാമുനിഃ അംഗദശ്ചിത്രകേതുശ്ച ലക്ഷ്മണസ്യാത്മജൗ സ്മൃതൗ തക്ഷഃ പുഷ്കല ഇത്യാസ്താം ഭരതസ്യ മഹീപതേ സുബാഹുശ്രുതസേനശ്ച ശത്രുഘ്നസ്യ ബഭൂവതുഃ ഗന്ധർവാൻ കോടിശോ ജഘ്നേ ഭരതോ വിജയേ ദിശാം തദീയം ധനമാനീയ സർവം രാജ്ഞേ ന്യവേദയത് ശത്രുഘ്നശ്ച മധോ പുത്രം ലവണം നാമ രാക്ഷസം ഹത്വാ മധുവനെ ചക്രേ മധുരാം നാമ വൈ പുരീം മുനൗ നിക്ഷിപ്യതനയൗ സീതാഭർത്രാ വിവാസിതാം ധ്യായന്തി രാമചരണൗ വിവരം പ്രവിവേശഃ തച്ഛ്രുത്വാ ഭഗവാൻ രാമോ രുന്ധന്നപി ധിയാ ശുചഃ സ്മരമസ്തസ്യാ ഗുണാംസ്താം നാശക്നോദ്രോദ്ധുമീശ്വരഃ സ്ത്രീപും പ്രസംഗ ഏതാദൃക് സർവത്ര ത്രാസമാവഹാം അപീശ്വരാണാം കിമുത ഗ്രാമ്യസ്യ ഗൃഹചേതസഃ തതൗർധ്വം ബ്രഹ്മചര്യം ധാരയന്നതിഹോത്പ്രഭോ ത്രയോദശാബ്ദസഹസ്രം അഗ്നിഹോത്രമഖണ്ഡിതം സ്മരതാം ഹൃദി വിന്യസ്യ ബദ്ധം വിദ്ധം ദണ്ഡകണ്ഡകൈഃ സ്വപാദപല്ലവം രാമ ആത്മജ്യോതിരഗാത്തതഃ നേദം യശോ രഘുപതേഃ സുരയാച്യാത്തലീലാതനോഃ ലീലാതനോഃ അധികസാമ്യവിമുക്തധാംനഃ രക്ഷോവധോ ജലധിബന്ധനമാ അസ്ത്രപൂഗൈഃ കിന്തസ്യ ശത്രുഹനനേ കവയഃ സഹായാഃ യസ്യാമലനൃപസദസ്സു യശോധുനാഭി ഗായന്ത്യഘഘ്നമുഷയോ ദിഗിഭേന്ദ്രപട്ടം ത്വം നാഗപാലപശുപാല കിരീടജുഷ്ടപാദാംബുജം രഘുപതിം ശരണം പ്രപദ്യേ രഘുപതിം ശരണം പ്രപദ്യേ സയൈഃ സ്പൃഷ്ടോഭിദൃഷ്ടോ വാ സംവിഷ്ടോ നിഗതോപി വാ കോസലാസ്തേയുസ്ഥാനം യത്ര ഗച്ഛന്തി യോഗിനഃ പുരുഷോ രാമചരിതം ശ്രവണൈരുപധാരയൻ ആനശംസ്യ പരോ രാജൻ കർമ്മബന്ധൈർവിമുച്യത്തെ രാജോവാച കഥം സ ഭഗവാൻ രാമോ ഭ്രാതൃൻവാ സ്വയമാത്മനാം തസ്മിൻ ബാധേന്ന വർത്തന്ത പ്രജാ പൗരാശ്ച ഈശ്വരേ ശ്രീശുക ഉവാച അഥാദിശദ്ദിഗ്വിജയേ
ഭ്രാതൃസ്ത്രിഭുവനേശ്വരः ആത്മാനം ദർശയൻ സ്വാനം പുരീമക്ഷതസാനുഗഃ ആസിക്തമാർഗം ഗന്ധോദൈः കരിണാം മദശീകരൈः സ്വാമിനം പ്രാപ്തമാലോക്യ മതാം വാസുതരാമിവ പ്രാസാദഗോപുരസഭാ ചൈത്യദേവഗൃഹാദിഷു വിന്യസ്തഹേമകലശൈः പതാകാഭിശ്ച മണ്ഡിതാം പൂഗൈः സവൃന്ദൈരംഭാഭിः പട്ടികാഭിः സുവാസസാം ആദർശൈരംശുകൈः സ്രഗ്ഭിः കൃതകൗതുകതോരണാം സൗപേയുസ്തത്ര പൗരാരണപാണയാം ആശിഷോ യുജുർദേവ പാഹി മാം പ്രാക്ത്വയോദ്ധൃതാം തതപ്രജാവീക്ഷ്യപതിം ചിരാഗതം ദിദൃക്ഷയോത്സൃഷ്ടഗൃഹാസ്ത്രിയോ നരാः ആരുഹ്യ ഹർമ്യാണ്യരവിന്ദലോചനം അതൃപ്തനേത്രാः കുസുമൈരവാകിരൻ അധ പ്രവിഷ്ടസ്വഗൃഹം ജുഷ്ടം സ്വൈः പൂർവരാജഭിः അനന്താഖിലകോശാഢ്യം അനർഘ്യോരുപരിച്ഛദം വിദ്രുമോദുംബരദ്വാരൈः വൈദൂര്യസ്തംഭപങ്ക്തിഭിः സ്ഥലൈർമാരകതൈः സ്വച്ഛൈः ഭാതസ്ഫടികഭിത്തിഭിः ചിത്രസ്രഗ്ഭിः പട്ടികാഭിः വാസോമണിഗണാംശുകൈः മുക്താഫലൈശ്ചിതുല്ലാസൈः കാന്തകാമോപപത്തിഭിः ധൂപദീപൈः സുരഭിഭിः മണ്ഡിതം പുഷ്പമണ്ഡനൈः സ്ത്രീപുംഭിः സുരസങ്കാശൈർജുഷ്ടം ഭൂഷണഭൂഷണൈः തസ്മിन् സ ഭഗവാൻ രാമസ്നിഗ്ധയാ പ്രിയേഷ്ടയാ രേമേ സ്വാരാമധീരാണാമുഷഭാ സീതയാ കിലാം ബുഭുജേ ച യഥാകാലം കാമാൻ ധർമ്മമപീഡയൻ വർഷപൂഗാൻ ബഹൂൻ നൃണാം അഭിധ്യാതാഘ്രിപല്ലവം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമസ്യാം സംവിധായാം നവമസ്കന്ധേ ശ്രീരാമോപാഖ്യാനെ ഏകാദശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അസംഖ്യം അവതാരങ്ങളെന്നാണ് പറഞ്ഞു. അവതാരാകി അസംഖ്യേയാഹ, എണ്ണിത്തീർക്കാൻ പറ്റില്ല. ഭൂമിയിലെ മൺതരികൾ ആർക്കെങ്കിലും എണ്ണിത്തീർക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഭഗവാൻ പറഞ്ഞു എനിക്ക് പോലും പറ്റണില്ല എന്നാണ് ഭഗവാൻ. അനന്തത്വാത് മയാപിഹി, എനിക്ക് സംഖ്യാതും എന്നാണ്. ഭഗവാന് പോലും പറ്റണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് പറ്റും? അപ്പോൾ അത്രയും അവതാരങ്ങൾ. അപ്പം അത്രയും അവതാരങ്ങളുണ്ടെങ്കിലും ആകാശമാർഗത്ത് പല ഗ്രഹങ്ങളുണ്ടെങ്കിലും നവഗ്രഹങ്ങളെ വിശേഷമായിട്ട് നമ്മൾ കാണുന്നു. സൂര്യനെ കാണുന്നു, ചന്ദ്രനെ കാണുന്നു, കോടാനുകോടിയുണ്ട്. ഇതുപോലെ ഭഗവാന്റെ അസംഖ്യം അവതാരങ്ങളുണ്ടെങ്കിലും ചില അവതാരങ്ങൾക്കൊരു വിശേഷം എന്നും എല്ലാവരും കൽപ്പിക്കണം. ആ രണ്ട് അവതാരങ്ങൾക്കൊക്കെ ഒരധികം വിശേഷം. അതാണ് കൃഷ്ണാവതാരം, രാമ അവതാരം. ഈ രണ്ട് അവതാരത്തിനൊക്കെ ഒരധികം വിശേഷം. ബാക്കിയുള്ളതിനൊന്നും ഇല്ല എന്നല്ല, എല്ലാത്തിനും ആ ധർമ്മസ്ഥാപനത്തിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും പ്രസക്തിയുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ കുറേ കഥ നമ്മളെ പഠിപ്പിക്കാൻ, കുറേ കാര്യപാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായി ഈ രണ്ട് അവതാരം. അതുകൊണ്ടാണ് ഭക്തന്മാരും പണ്ഡിതന്മാരും എല്ലാവരും ആദരിക്കുന്നതാണ് കൃഷ്ണാവതാരം, രാമ അവതാരം. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊന്ന് എന്നെ അനുകരിക്കാൻ നോക്കണ്ട, ഞാൻ പറയണത് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ്. നിങ്ങൾക്ക് പറ്റാത്ത പ്രവൃത്തിയാണ് ഞാൻ ചെയ്യണേ, അതുകൊണ്ടാണെന്നാണ് പറഞ്ഞു. ഗുരുദക്ഷിണ ചെയ്യാറായപ്പോൾ എന്നോ നഷ്ടപ്പെട്ട പുത്രനെ കൊണ്ടു കൊടുക്കണേ, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ചെയ്തോളൂ എന്നാ. നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അനുകരിക്കാൻ നോക്കണ്ട, യഥാശക്തി നിങ്ങൾ ചെയ്യണമെന്ന് ഇതുകൊണ്ട് പഠിച്ചോളൂ എന്ന് മാത്രം. അല്ലാണ്ട് നിങ്ങൾക്ക് അതിനെ അനുകരിക്കാൻ പറ്റില്ല മുഴുവൻ. അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാർ മുഴുവൻ ഗോപന്മാർ കാളിന്തിയിലെ ആ വിഷ കലർന്നിട്ടുള്ള വെള്ളം കുടിച്ച് മരിച്ചു വീണപ്പോൾ അവരൊക്കെ ഈക്ഷയാ ജീവയാമാസ, അവരൊരു നോട്ടം കൊണ്ട് തന്നെയൊക്കെ അവരെ ജീവിപ്പിക്കണ്ടായി. ആർക്കെങ്കിലും പറ്റുമോ മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കാൻ? അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാത്ത പ്രവൃത്തികളാണ് ഈ അവതാരത്തിൽ അധികവും. പറ്റണത് മാത്രം അതിൻ്റെ സാരമെടുത്ത് കുറച്ച് വേണമെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ എന്ന് മാത്രം. അതുകൊണ്ട് എന്തുകൊണ്ട്
നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ് ഈ അവതാരത്തിൽ ചെയ്യണേ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരാം ഞാൻ, ആ ഉപദേശം സ്വീകരിച്ചാൽ മതി. അങ്ങനെയാണ് അർജുനെ നിമിത്തമാക്കി 18 അധ്യായങ്ങളിൽ എല്ലാം പറഞ്ഞു കൊടുത്തു. ആ ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഭഗവത്ഗീതയിൽ. അതേ ഭഗവാൻ തന്നെ ആ പറഞ്ഞ കാര്യങ്ങളെ വേറൊരു രീതിയിൽ, ഒരു രീതിയിൽ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ വേറൊരു രീതിയിൽ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കും. അതുപോലെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ഭഗവാൻ അർജുനനെ ഉപദേശിച്ച അതേ ഭഗവാൻ ഉദ്ധവരെ നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശിച്ചപ്പോൾ 23 അധ്യായങ്ങൾ, ഏകാദശ സ്കന്ധത്തിൽ 23 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാൻ ഭഗവതുദ്ധവ സംവാദം, ശ്രീകൃഷ്ണാർജുന സംവാദം 18 അധ്യായമാണെങ്കിൽ ഭഗവതുദ്ധവ സംവാദം 23 അധ്യായങ്ങൾ അതും ചെയ്തു. എന്താ അത്? ഭഗവാനെ അനുകരിക്കാൻ ആൾക്ക് പറ്റില്ല കൃഷ്ണാവതാരത്തിൽ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞുതരാം. ഉപദേശങ്ങൾ അധികമാണ് കൃഷ്ണാവതാരത്തിൽ. ഉപദേശങ്ങൾ രാമാവതാരം വന്നപ്പോൾ ഉപദേശമൊന്നുമില്ല, അത് ആചരിച്ച് കാണിച്ചു കൊടുക്കുക, അതാ ശ്രീരാമൻ്റെ പ്രത്യേകത. അധ്യാത്മരാമായണത്തിൽ വന്നപ്പോൾ ശ്രീരാമൻ്റെ തത്വം അറിയാനായിട്ട് വിശേഷമായിട്ട് അത് വന്നപ്പോൾ അതിൽ ചില ഉപദേശമുണ്ട്, ലക്ഷ്മണോപദേശമൊക്കെ കുറച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വാൽമീകിയുടെ രാമായണത്തിൽ അതുപോലും ഇല്ല, ഉപദേശങ്ങളേ ഇല്ല, ആചരിച്ച് കാണിച്ചു കൊടുക്കുക. ഒരു എല്ലാം തികഞ്ഞ ഒരു ഗുണം തികഞ്ഞിട്ടുള്ള ഒരാളായിട്ട്, ഒരു ഉത്തമ പുരുഷനായിട്ടാണ് വാൽമീകി ചിത്രീകരിച്ച ആദികാവ്യത്തിൽ. അപ്പോൾ രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിനും കുറേ അധികം വിശേഷം. കൃഷ്ണാവതാരത്തിൽ ഈ ഉപദേശങ്ങൾ അധികം ഭഗവാനെ അത് അനുസരിക്കാൻ ആൾക്ക് പറ്റില്ല, അതുകൊണ്ട് അനുകരിക്കാൻ പറ്റാത്ത കാരണം. രാമാവതാരത്തിൽ ഭഗവാൻ ഉപദേശങ്ങളില്ല, ആചരിച്ച് കാണിച്ചു കൊടുത്തു. പല അവതാരങ്ങൾ നമ്മൾ കണ്ടു, മത്സ്യ കൂർമ്മ വരാഹശ്ച എന്നൊക്കെ പറഞ്ഞ് പല അവതാരങ്ങൾ കണ്ടു. എന്നാൽ അതുപോലെയൊന്നല്ല, ഒരു വിശേഷമായിട്ടുള്ള അവതാരമാണ് രാമാവതാരം. ഒരു രൂപത്തിലല്ല, 4 രൂപത്തിൽ അവതരിച്ചു. രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയ, 4 രൂപത്തിൽ അവതരിച്ചു. എന്താവും അവതാര ഉദ്ദേശം? എപ്പോഴും ഈ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവതാരം? ജനങ്ങൾ അവനവൻ്റെ കർത്തവ്യം മറന്നു പോവുക, എല്ലാവരും മറന്നു പോയി തെറ്റായിട്ടുള്ള വഴിക്ക് അധർമ്മത്തിൻ്റെ പിന്നാലെ പോയി ദുഃഖിക്കാം. അപ്പോൾ അത് ഈ വഴിക്ക് പോയാൽ നിങ്ങൾക്ക് വിഷമാണ്, ഇതാണ് ശരി വഴി, നേർവഴി, ഇത് കാണിച്ചു കൊടുക്കാനാണ്. ഇതാണ് ധർമ്മസ്ഥാപനം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ആ നേർവഴി കാണിച്ചു കൊടുക്കുക. അവരുടെ ആചാരങ്ങൾ ഒക്കെ മറന്നു പോയതൊക്കെ സ്ഥാപിക്കുക വീണ്ടും ഭഗവാൻ തന്നെ ചെയ്ത്. പൃഥുവായിട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെയല്ലേ, യാഗങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് അത് സ്ഥാപിച്ചു സനാതനധർമ്മം. വേനൻ വന്ന് അതൊക്കെ മുടക്കി. അപ്പോൾ എല്ലാ കാലത്തും ദുഷ്ടന്മാർ വന്ന് അതിനൊക്കെ തടസ്സമുണ്ടാക്കും. അപ്പോൾ അതിനെ വീണ്ടും ഭഗവാൻ ആ നേർവഴി തെളിക്കാനായിട്ട് വരുന്നു. അപ്പോൾ 4 രൂപത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താവും? അതാണ് ലോകത്തിന് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞു. മർത്യാവതാരസ്ത്വിഹ, മർത്യശിക്ഷണം. ശിക്ഷണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ എന്നർത്ഥമാണ്. മർത്യാവതാരം എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീരാമനായിട്ട് അവതരിച്ചത്? കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. അപ്പോൾ രാവണനെ നിഗ്രഹിക്കാനല്ലേ? അതല്ല പ്രധാനം എന്നാ, അതിനേക്കാൾ വലിയ കാര്യമുണ്ട്. അതിനാണ് മനുഷ്യരെ കുറേ അധികം കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. 4 രൂപത്തിൽ വരണമെന്നാണ്. ഈ 4 രൂപത്തിൽ വന്ന് കുറച്ചധികം പഠിപ്പിക്കേണ്ടതാ. സാധാരണ ഒരു ഗൃഹത്തിൽ 4 സഹോദരന്മാരുണ്ടെങ്കിൽ 4 അഭിപ്രായമാവും, അവർ വഴക്ക് കൂടും. ഇങ്ങനെയാണ് 99% കാണാറ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും 4 സഹോദരന്മാരുണ്ടെങ്കിൽ. അതുകൂടാതെ എങ്ങനെ ജീവിക്കാം? കാണിച്ചു കൊടുക്കണ്ടേ? ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും. അത് ആചരിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയ 4 രൂപത്തിൽ തന്നെ ഭഗവാൻ വന്നത്. എവിടെയാ കലഹങ്ങൾ, എല്ലാ വിഷമങ്ങളും ഉണ്ടാവുക? ത്യാഗം ഉള്ള ദിക്കിലാണ്. ത്യാഗമുള്ള ദിക്കിൽ കലഹം ഉണ്ടാവില്ല. സ്വാർത്ഥമുള്ള ദിക്കിൽ 2 എണ്ണമാണ്. സ്വാർത്ഥം ആവും എല്ലാവർക്കും അധികം. സ്വാർത്ഥം എവിടെയുണ്ടോ അവിടെയൊക്കെ കലഹം. ഒക്കെ എനിക്ക് മാത്രം മതി, എൻ്റെ മാത്രം. സ്വാർത്ഥമാണ് സർവ്വ അനർത്ഥത്തിനും കാരണം. ത്യാഗമാണ് സർവ്വ നന്മയ്ക്കും മൂലം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ത്യജിക്കൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ത്യജിക്കുകയൊന്നുമില്ല. സ്വാർത്ഥമാണ് അവരുടെ ശീലം. അപ്പോൾ അത് മാറ്റിയെടുക്കണം. ത്യാഗം കൊണ്ടാണ് നന്മ കിട്ടാമെന്ന് ലോകത്തിനെ ആചരിച്ച് കാണിച്ച് പഠിപ്പിക്കണം. ഇതിനാണ് ഭഗവാൻ അത്യാഗം കാണിക്കാനാണ്. ഇവർ തമ്മിൽ വഴക്ക് കൂടിയ ചരിത്രം ഒരു രാമായണത്തിലും ഇല്ല.
രാമലക്ഷ്മണന്മാർ, ഭരതശത്രുഘ്നന്മാർ, സഹോദരന്മാർ വഴക്ക് കൂടിയതായിട്ട് ഒരു ഗ്രന്ഥത്തിലും വർണ്ണിക്കില്ല. വാൽമീകി ആദ്യമായിട്ട് പാടി രാമകഥ. അതിനെ തുടർന്ന് എത്ര ആൾക്കാരാണ് രാമകഥ പാടിയത്? നാടകങ്ങളായിട്ട്, കാവ്യങ്ങളായിട്ട്, ലഘുകാവ്യങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, പാട്ടുകൾ. രാമകഥയെ അനുബന്ധിച്ചുകൊണ്ട് എത്രയാന്ന് ആർക്കും അറിയില്ല. വേദത്തിലാണ് അത് ആദ്യമായിട്ട് സൂചിപ്പിച്ച് രാമൻ്റെ ചെറിയൊരു മന്ത്രത്തിൽ രാമകഥ ഒന്ന് സൂചിപ്പിച്ചു. അങ്ങനെയൊന്നും പറഞ്ഞാൽ ആൾക്ക് മനസ്സാവില്ല. അതുകൊണ്ട് വാൽമീകിയാണ്. വാൽമീകി പറഞ്ഞതിന് മുമ്പ് ആർക്കും അറിയില്ല. വാൽമീകി പാടിയില്ലെങ്കിൽ രാമനെക്കുറിച്ച് ആർക്കും അറിയാൻ കഴിയില്ല. വാൽമീകി പാടി, അതിനുശേഷമാണ് ഇത്രയൊക്കെ ആൾക്കാർ വർണ്ണിച്ചത്. കവികൾ വർണ്ണിക്കുമ്പോൾ ഈ രാമകഥയിൽ പല മാറ്റം വരുത്തിയിട്ടുണ്ട്. പല മാറ്റം വരുത്തി. എന്നാൽ എന്തെല്ലാം മാറ്റം വരുത്തിയാലും അത്ഭുത രാമായണം, പാതാള രാമായണം എന്നൊക്കെ പറഞ്ഞും പല രാമായണങ്ങളാണ്. പിന്നെ ഓരോ നാട്ടിൽ രാമകഥകൾ അവരുടെ പാട്ടായിട്ട് പ്രചരിക്കണം. അപ്പോൾ കവികൾ അവൻ്റെ ഇഷ്ടം അനുസരിച്ച് പല മാറ്റങ്ങളും വരും. എന്തൊക്കെ മാറ്റം വരുത്തിയാലും ഇവർ തമ്മിൽ വഴക്ക് കൂടിയെന്ന് ഒരു രാമായണത്തിലും വർണ്ണിച്ചിട്ടില്ല. ഈ മാറ്റം വരുത്തിയാൽ എന്താ അത്? അതിൻ്റെ സന്ദേശം ഇതാണ്, ആ ത്യാഗമാണ് അതിനുവേണ്ടി അവതരിച്ച. അപ്പോൾ അതിൽ മാത്രം മാറ്റം വരുത്തില്ല. ബാക്കി കഥാഭാഗത്തിലെ രസത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താമെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന ഭാഗത്തിന് ഒരു കവിയും മാറ്റം വരുത്തിയിട്ടില്ല. ഇവർ തമ്മിൽ വഴക്ക് കൂടിയതായിട്ട് ഒരു രാമായണം